നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ 24ാമത് വാർഷിക പൊതുയോഗവും സിൽവർ ജൂബിലി ആഘോഷവും സംയുക്തമായി സംഘടിപ്പിച്ചു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മാതൃപൂജ സംഘടിപ്പിച്ചു. മുൻ ഭർത്താവിന്റെ ഫോൺ പിടിച്ചെടുക്കാൻ യുവതി കൊട്ടേഷൻ നൽകിയ കേസിൽ 2 പ്രതികളെ കൂടി കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെയും തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിന്റെയും നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ദന്ത സംരക്ഷണ പദ്ധതിക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ 24ാമത് വാർഷിക പൊതുയോഗവും സിൽവർ ജൂബിലി ആഘോഷവും സംയുക്തമായി ആഘോഷിച്ചു. ബാങ്ക് ഹെഡ് ഓഫീസിലെ കോൺഫറൻസ് ഹാളിൽ നടത്തിയ പൊതുയോഗം ചാലക്കുടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് അയ്യപ്പൻ അങ്കാരത്ത് അധ്യക്ഷത വഹിച്ചു. ITU ബാങ്ക് ചെയർമാൻ MP ജാക്സൺ 2023-24 വർഷത്തെ ലാഭവിഹിത വിതരണവും ടോക്കൺ വിതരണവും നടത്തി. ബാങ്ക് സെക്രട്ടറി ഷാജു വാഴപ്പള്ളി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് റോസിലി ഫ്രാൻസിസ്, ഡയറക്ടർമാരായ വർക്കി പ്ലാത്തോട്ടം, ഷൈജു വി കോക്കാട്ട്, അഡ്വക്കേറ്റ് പോളി മുഞ്ഞേലി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ചികിത്സാ സഹായ വിതരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഉണ്ടായി. ഈ ബാങ്കിൻ്റെ ഒരു ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ 25 വർഷം മുമ്പ് 24 വർഷം മുമ്പ് ആരംഭിച്ച് 28ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഓർക്കേണ്ട ബഹുമാനായ വ്യക്തികൾ നമ്മുടെ ഇതിലെ സ്ഥാപകന്മാരായ ശ്രീ ജോസ് കളത്തിങ്കൽ, ശ്രീ പാടൻ, നമ്മുടെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ജോസ് വി കളത്തിങ്കൽ നേതൃത്വം നൽകിക്കൊണ്ട് 2001 പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ പിന്നിൽ അന്ന് EK സുരേന്ദ്രൻ, വർഗീസ് പരപ്പാടൻ, EK ബൈജു, AC ജോൺസൺ, രാജൻ മാഷ്, VK ചന്ദ്രൻ, അതുപോലെ തന്നെ ഒട്ടനവധി മെമ്പർമാരുടെ കഠിന പ്രയത്നം കൊണ്ട് ഇന്ന് ബാങ്ക് ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇതിന് സത്യസന്ധമായ പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഈ സ്ഥാപനം ഈ നിലയിൽ എത്തിക്കാൻ കഴിയുള്ളൂ കൂടി നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ എല്ലാവരുടെയും അകമഴി സഹായ സഹകരണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മാതൃപൂജ സംഘടിപ്പിച്ചു. വിദ്യാലയത്തിന്റെ മാതൃസമിതി സെക്രട്ടറി വിഭ ഗിരീഷ് കുമാർ ദീപപ്രജ്വലനം നിർവഹിച്ചു. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാലയത്തിലെ മാനേജർ TK സതീഷ് സ്വാഗതം പറഞ്ഞു. ഏറ്റുമാനൂരപ്പൻ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യർ മാതൃപൂജ സന്ദേശം നൽകി. യോഗാചാര്യൻ ബേബിലാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സെക്ഷൻ ഹെഡ് ചുമതല വഹിക്കുന്ന അധ്യാപിക രാധിക MR കൃതജ്ഞത പറഞ്ഞു. മാതൃപൂജയെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് ഭജന, വ്യക്തിഗീതം എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ചടങ്ങിൽ മികച്ച പ്രിൻസിപ്പാൾ അവാർഡ് നേടിയ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പാൾ റോഷൻ P നായർക്ക് മാതൃസമിതി ക്ഷേമസമിതി കമ്മിറ്റി അംഗങ്ങൾ ആദരവ് നൽകി. തന്റെ നിയതികളിൽ നിന്ന് മാറി മഹിഷാസുരൻ എന്ന് പറയുന്ന ഒരു അക്രമകാരിയുടെ കൈകളിൽ അകപ്പെട്ട സമയത്ത് മറ്റൊരു ശക്തിക്കും അതിൽ നിന്ന് ആ ലോകത്തെ മോചിപ്പിക്കാനുള്ള ത്രാണിയില്ലാതെ വന്ന സമയത്ത്
സാക്ഷാൽ ജഗൻ മാതാവ് തന്നെ അതിന് തയ്യാറെടുക്കുകയും മുഴുവൻ ദേവസമൂഹവും തങ്ങളുടെ എല്ലാ ശക്തികളും ആ ദേവിക്ക് കൊടുക്കുകയും ചെയ്ത സമയത്ത് 9 ദിവസങ്ങൾ ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന ഞാൻ സമർപ്പിക്കുകയാണ്. കുട്ടികളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മളുടെ സംസ്കാരം ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഇതിൽ അഭിമാനമുണ്ട്. ഞാൻ ചന്ദനം തൊട്ട് സ്കൂളിൽ വരും. പല കുട്ടികളും അമ്പലത്തിൽ പോകുമ്പോൾ ചന്ദനം തൊടും, പക്ഷേ അത് കഴിഞ്ഞ് സ്കൂളിൽ പോകാറാകുമ്പം മായ്ക്കും. എന്തോ ഒരു മോശമായ അടയാളമാണ്. പക്ഷെ ശരീരം മുഴുവൻ ടാറ്റു എന്ന് പറയുന്ന അടയാളം ഇടാൻ അവർക്കൊരു മടിയില്ല. മുൻ ഭർത്താവിന്റെ ഫോൺ പിടിച്ചെടുക്കാൻ യുവതി കൊട്ടേഷൻ നൽകിയ കേസിൽ 2 പ്രതികളെ കൂടി കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് പുത്തൂർ തിരുച്ചിനാപ്പള്ളി സ്വദേശികളായ സെന്തിൽ കുമാർ 42 വയസ്സ്, സംഗീത് 30 വയസ്സ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. കൊട്ടേഷൻ സംഘാംഗങ്ങളായ 4 പ്രതികളെയും കൊട്ടേഷൻ നൽകിയ യുവതിയെയും മുൻപ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറായ പുത്തൂർ മേത്തുള്ളിപ്പാടം സ്വദേശി ചെരുവിൽ വീട്ടിൽ 44 വയസ്സുള്ള സിജുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച മൊബൈൽ ഫോൺ കവർന്ന കേസിലാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. രഹസ്യ വിവരങ്ങളുള്ള മൊബൈൽ ഫോൺ കവർച്ച ചെയ്യുന്നതിനായി കൊട്ടേഷൻ സംഘത്തിന് 1.25 ലക്ഷം രൂപ കൈമാറിയെന്നും പോലീസ് പറഞ്ഞു. ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാർ, കൊടകര SHO PK ദാസ്, ഉദ്യോഗസ്ഥരായ സതീശൻ മടപ്പാട്ടിൽ, മൂസ, ബിനോയ്, സിൽജോ, റെജി, ബിനു, ആഷ്ലിൻ ജോൺ, ഷിജോ തോമസ്, ശ്രീജിത്ത്, സുർജിത്ത് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിൻ്റെയും തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിൻ്റെയും നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. അവിട്ടപ്പള്ളി സ്കൂളിൽ നടത്തിയ ക്യാമ്പ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ഷൈനി ബാബു അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വരന്തരപ്പള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് EA ഓമന, ഡോക്ടർ മേരിക്കുട്ടി TC, ഡോക്ടർ അനീഷ് MS, ശാലിനി ജോയ്, ഔസെബ് TR, ശിവരാമൻ മാസ്റ്റർ KK, ബാലകൃഷ്ണ മേനോൻ T, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉമ്മുകുൽസു അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഈ പറഞ്ഞ ജീവിത ശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹാരം കാണുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള പദ്ധതികൾ രൂപീകരിച്ചിട്ടുള്ള പഞ്ചായത്താണ്. അത് ഏറ്റവും പ്രധാനമാണ് സ്ത്രീകളുടെ വിളർച്ച പരിഹരിക്കുന്നതിന് വേണ്ടി HP12 മറ്റത്തൂർ എന്നൊരു പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തു. അത് വെറുതെ വിഭാവനം ചെയ്തതല്ല, ഓരോ വാർഡുകളിലേക്കും ക്ലസ്റ്റർ രൂപീകരിച്ചുകൊണ്ട്. പോക്സോ കേസിലെ പ്രതിയെ വയനാട്ടിൽ നിന്ന് പിടികൂടി. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് സ്വദേശി അറക്കൽ വീട്ടിൽ 42 വയസ്സുള്ള ഫഹ്സാദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2013 മെയ്യിൽ ചികിത്സയ്ക്കായി എത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഡെന്റൽ ഹൈജീനിസ്റ്റ് ആയ പ്രതി ചികിത്സിക്കാനെന്ന വ്യാജേന ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ ഒരു മുറിയിലേക്ക് വിളിച്ചു വരുത്തി മാനഹാനി വരുത്തിയെന്നാണ് കേസ്. ഈ കേസിൽ കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് പ്രതി ഒളിവിൽ കഴിയുകയായിരുന്നു. കോടതി പ്രതിയെ പിടികിട്ടാപ്പുള്ളിയായി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ചാലക്കുടി SHO MK സജീവ്, CPOമാരായ PK രതീഷ്, KM മിഥുൻ എന്നിവരാണ് പ്രതിയെ വയനാട്ടിൽ നിന്നും പിടികൂടിയത്. തൃശ്ശൂരിൽ 2026 ജനുവരി 7 മുതൽ 11 വരെ നടക്കുന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വാഗത സംഘം ഓഫീസ് വിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. തൃശ്ശൂർ ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ അധ്യക്ഷത വഹിച്ചു. മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന സ്വാഗത സംഘം ഓഫീസിൽ സംഘാടക സമിതിയുടെ തുടർ പ്രവർത്തനങ്ങളും യോഗങ്ങളും നടക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തന പുരോഗതിയും യോഗം വിലയിരുത്തി. കഴിഞ്ഞ ഓഗസ്റ്റ് 12-ന് ജനപ്രതിനിധികൾ, സാംസ്കാരിക സാഹിത്യ നായകന്മാർ, പൗരപ്രമുഖർ, സന്നദ്ധ പ്രവർത്തകർ, വിവിധ വകുപ്പ് മേധാവികൾ, അധ്യാപക അനധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചിരുന്നു. ചടങ്ങിൽ MLAമാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, K രാധാകൃഷ്ണൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, ജനപ്രതിനിധികൾ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് സ്വാഗതവും ജില്ലാ ADPI KS ഷിബു നന്ദിയും പറഞ്ഞു. ഞങ്ങളിത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു കലോത്സവം ആയിട്ടല്ല നടത്താൻ ഉദ്ദേശിക്കുന്നത്. ജനപങ്കാളിത്തത്തോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ആണ് ഈ കലോത്സവം തൃശ്ശൂരിൽ നടത്താൻ വേണ്ടിയിട്ടുള്ളത്. ഓരോ വർഷവും കലോത്സവം കഴിയുമ്പോൾ അതിന്റെ പകിട്ട് കൂടുകയാണ്, അതിന്റെ സംഘാടക മികവ് കൂടുകയാണ്.
കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്തായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും നല്ല കലോത്സവമായി നടത്താൻ വേണ്ടി കഴിഞ്ഞു. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ ഒരു പങ്കാളിത്തമാണ്, ജനങ്ങളുടെ ഒരു നേതൃത്വമാണ്. ഭാര്യ താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. ആളൂർ പൊരുന്നംകുന്ന് കീഴാറ്റിൽ ഉണ്ണികൃഷ്ണനെയാണ് അറസ്റ്റ് ചെയ്തത്. ആളൂർ പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിലുള്ളയാളാണ് ഇദ്ദേഹം. ചാലക്കുടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പ്രൊട്ടക്ഷൻ ഉത്തരവ് ലംഘിച്ച് ഭാര്യ താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ്. സെപ്റ്റംബർ 22-നാണ് സംഭവം. രാത്രി 11-ന് ഭാര്യ താമസിക്കുന്ന ചാലക്കുടി വിയാർപുരത്തെ വീട്ടിൽ അനധികൃതമായി അതിക്രമിച്ചു കയറി അസഭ്യം വിളിച്ചും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയും മാനസികമായി പീഡിപ്പിച്ചെന്ന് പോലീസ് പറഞ്ഞു. ചാലക്കുടി SHO MK സജീവ്, SI KK ബിജു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. LP UP വിദ്യാർത്ഥികൾക്കായി ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ്ബ് വില്ലി വൈറ്റ് കമ്പനിയുമായി സഹകരിച്ച് വിദ്യാർത്ഥികളുടെ ദന്തസംരക്ഷണ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമായി. സെന്റ് തെരേസ സ്കൂളിൽ ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി റോട്ടറി ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ഗവർണർ ഡേവിസ് കൊന്നുപറമ്പിൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ VG സെബാസ്റ്റ്യൻ മുഖ്യാതിഥിയായിരുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം VO പൈലപ്പൻ, ചാർട്ടർ പ്രസിഡന്റ് PD ദിനേശ്, ജിസൺ ചാക്കോ, വിപിൻ വിജയൻ, ഭാരവാഹി MG ഷാബു തുടങ്ങിയവർ സംസാരിച്ചു. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മുടെ റോട്ടറി ക്ലബിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ ഒരു കോടശ്ശേരി പഞ്ചായത്തിലെ മേച്ചിറ കനകമല ലിങ്ക് റോഡ് റീടാറിംഗ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഭാരതീയ ജനതാ പാർട്ടി റോഡിലെ വെള്ളക്കെട്ടിൽ ചൂണ്ടയിടൽ സമരം നടത്തി പ്രതിഷേധിച്ചു. ഭാരതീയ ജനതാ പാർട്ടി വാർഡ് 1, വാർഡ് 2 കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ ചൂണ്ടയിടൽ കോടശ്ശേരി ഏരിയ പ്രസിഡന്റ് വൃന്ദ മധു ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൺവീനർ MG ഗോപി, ഏരിയ ജനറൽ സെക്രട്ടറി MG അനൂപ്, നന്ദനൻ കണ്ടോളി, വേണുഗോപാൽ, 1-ാം വാർഡ് കൺവീനർ നാരായണൻ തയ്യൽ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,585 രൂപ, പവന് 84,680 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ 24ാമത് വാർഷിക പൊതുയോഗവും സിൽവർ ജൂബിലി ആഘോഷവും സംയുക്തമായി സംഘടിപ്പിച്ചു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മാതൃപൂജ സംഘടിപ്പിച്ചു. മുൻ ഭർത്താവിന്റെ ഫോൺ പിടിച്ചെടുക്കാൻ യുവതി കൊട്ടേഷൻ നൽകിയ കേസിൽ 2 പ്രതികളെ കൂടി കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെയും തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിന്റെയും നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ദന്ത സംരക്ഷണ പദ്ധതിക്ക് തുടക്കമായി.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.